എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതിനുവേണ്ടി നമ്മളെ ഫോണിലുള്ള ഒരു ബ്രൗസർ നമ്മൾ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ക്രോം ബ്രൗസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ബ്രൗസർ ഓപ്പൺ ആക്കിയതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ www.cowin.in ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിൽ നേരിട്ട് ക്ലിക്ക് ചെയ്താലും ഈ സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ഈ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, മുകളിൽ രജിസ്റ്റർ സൈൻ ഇൻ യുവർ സെൽഫ് എന്ന മഞ്ഞ ബട്ടണിൽ കാണാം, അവിടെ അമർത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ചെയ്തിട്ടാണ് ഇതിൽ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മൊബൈൽ നമ്പറിലാണ് നമ്മൾക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ വന്നിട്ടുണ്ട്, അതിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ അതിൻ്റെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് വഴി ഞാൻ 2 ആളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് 4 പേർക്ക് രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3ാമത്തെ ഒരാളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആഡ് മെമ്പർ എന്നുള്ളതിൽ ആണ് നമ്മൾ രജിസ്ട്രേഷന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ ഫോട്ടോ ID, അപ്പോൾ അത് നമ്മൾ ഏത് ID പ്രൂഫാണ് കൊടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ പല ID പ്രൂഫും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ആധാർ കാർഡാണ് ഞാൻ ഇവിടെ നൽകുന്നത്. അപ്പോൾ ആധാർ കാർഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ആധാറിലുള്ള നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ താഴെ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡിലുള്ള കറക്റ്റ് പേര് തന്നെ അടിച്ചു കൊടുക്കണം. കാരണം നമ്മൾ പ്രൂഫായിട്ട് പോകുമ്പോൾ അത് കറക്റ്റായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കറക്റ്റായിട്ട് തന്നെ അടിക്കുക. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ എന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു കോളം ഉണ്ടാവും, അതിൽ നമ്മൾ അടിക്കേണ്ടത്. അതിനുശേഷം വർഷം അടിച്ചതിന് ശേഷം ആഡ് കൊടുക്കുക. അപ്പോൾ നമ്മളെ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അതിൽ എഴുതി കാണിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഫോണിലൊരു മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് കണ്ടേ. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് തന്നെ മെസ്സേജാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു ID നമ്പറൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ്റെ പകുതി ഭാഗം നമ്മൾ ഇപ്പോൾ പൂർത്തിയായി. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഷെഡ്യൂൾ ചെയ്യണം. ഈ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ വാക്സിൻ്റെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഷെഡ്യൂൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇത് ശ്രമിക്കാതിരിക്കരുത്, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ഇത് കുറഞ്ഞ സമയത്ത് മാത്രമേ ഉള്ളൂ ഇത് അവൈലബിളായി കിട്ടുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യും. നമുക്ക് സെലക്ട് പിൻ ഉപയോഗിച്ചിട്ടും ഇത് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിസ്ട്രിക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുക. അപ്പോൾ കേരളം. അതിനുശേഷം നമ്മൾ ഡിസ്ട്രിക്റ്റ് എടുക്കുക, കോഴിക്കോട്. എന്നിട്ട് സെർച്ച് ബാർ അമർത്തിയാൽ നമ്മൾ അവിടെ അവൈലബിൾ ആയ വാക്സിൻ ആ ദിവസത്തിലുള്ളത് കോഴിക്കോട് ജില്ലയിലെ മൊത്തം ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാതും ബുക്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് നമ്മൾ ഇത് വാക്സിനേഷൻ അവൈലബിൾ ആകുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എങ്കിലും ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ ഏത് സമയത്തും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എൻ്റെ ലിങ്ക്, അത് കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലാവും അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.